എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. പൊങ്കലല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ പൊങ്കൽ വേറെ വേറെ തരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റവ കൊണ്ട് ഉണ്ടാക്കുന്ന പൊങ്കലാണ്. നല്ല അടിപൊളിയാണ്, കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയൊരു ആഹാരമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു അരക്കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് കുക്കറൊന്ന് ചൂടാകട്ടായിരുന്നു. ചൂടായ കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉരുകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളം വാർത്ത പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുക്കുകയെന്ന് പറയുമ്പോൾ കളറൊന്നും മാറിപ്പോറ്, പക്ഷേ അതിലൊരു ചെറിയൊരു വൃത്തികെട്ടൊരു മണമുണ്ടതിന്. അത് പോകുന്ന വരെ ഒന്ന് ആ നെയ്യ് കിടന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പള്ളക്കല്ലെല്ലാം പറ്റിപ്പിടിച്ചിന് പരിപ്പ്. അതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിതൊരു താളിപ്പ് ഉണ്ടാക്കണം. അതിനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കുറച്ച്, 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് തീരെ എരിവില്ലാത്തതുകൊണ്ടാണ് 3 എടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതലും കുറവും വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളെ വിസിൽ എല്ലാം വന്ന് പരിപ്പ് വെന്തിട്ടുണ്ട്. കണ്ട വിസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലോണം വെന്ത് നല്ല പശ പോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നമുക്ക് മാഷർ വെച്ചിട്ടൊന്ന് പരിപ്പും ഇങ്ങനെ മന്തോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കലക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. ചൂടായ ചീൻചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഉരുകിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് എടുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് ബ്രൗൺ കളർ ആകണ്ട. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആണേ, വല്ലാണ്ട് ബ്രൗൺ അല്ല, ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച് ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നല്ലോണം കൊത്തി നുറുക്കിയിട്ട് അതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഞാൻ, അല്ലെങ്കിൽ പിള്ളമാരെടുത്ത് ചാടിക്കളയും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില, അതും ഇട്ടിട്ട് അതിൽ ഈ വെള്ളമെല്ലാം ഒന്ന് പൊട്ടിത്തെറിച്ചങ്ങ് പോകുന്നവരെ അതൊന്ന് പൊട്ടട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതെല്ലാം ഒന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് റവയായി എടുക്കുന്ന, 1/2 കപ്പ് പരിപ്പിന് 1 കപ്പ് റവ. അപ്പോൾ ഈ 1 കപ്പ് റവയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂക്ക വറുത്തെടുക്കാം. നെയ്യ് ഉണ്ടല്ലോ നല്ലോണം, 2 ടേബിൾ സ്പൂൺ നെയ്യ് നല്ല ധാരാളമായിട്ടുണ്ടാവും. കണ്ടില്ലേ. പിന്നെ കഴിയുന്ന അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണേ. പിന്നെ റവ വല്ലാണ്ട് മൂത്ത് ബ്രൗൺ കളറായി പോറ്. ഇതിന് ശേഷം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന 2 പിഞ്ച് പെരുങ്കായപ്പൊടിയും എല്ലാ ഭാഗത്തും എത്തുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളത്തോടുള്ളതിന് തന്നെ ഇട്ട് കൊടുക്കണേ ഉപ്പ്. അപ്പം ഞാനൊരു 1.5 ടീസ്പൂണിൻ്റെ മേലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം തന്നെ ഒന്ന് ഇളക്കിയിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉപ്പ് നോക്കണം. കണ്ടില്ലേ. ഇനി 2 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 3 കപ്പ് വെള്ളമാണ് 1 കപ്പ് റവക്ക്. കണ്ടില്ലേ, നല്ലോണം ഇത് കട്ട പിടിക്കും എന്തായാലും, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുത്തി കട്ടയെല്ലാം ഒന്ന് ഉടച്ച് ഇനി ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാ, ലേശം കൂടിയും കുറവാ, ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുത്തി പിന്നെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ഇപ്പം കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവുക, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. അതും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ആ സ്റ്റൗവിൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് കിടന്നിട്ട് അത് കറക്റ്റ് ആയിക്കോളും. കണ്ടില്ലേ, നല്ലോണം നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്.
നല്ലോണം എല്ലാം മിക്സായിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റേണ്ട പണിയേ ഉള്ളൂ. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം ആ ഒരു ഇത് വരും. അപ്പോൾ ഒരു വിധം ചൂട് തണിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ചട്നി സാമ്പാർ പൊങ്കൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി പൊങ്കൽ.